ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ലോകമെമ്പാടിരുന്നു കൊണ്ട് ഈ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവവചനം തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങളെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹന വാക്കുകൾ പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിലിലോ അതുപോലെ തന്നെ ഫോൺ നമ്പറിലോ വിളിച്ച് നിങ്ങൾ ആ വിഷയം പറഞ്ഞാൽ നിങ്ങൾക്കായി എല്ലാ ഒന്നാമത്തെയും മൂന്നാമത്തെയും തിങ്കളാഴ്ചകളിൽ പ്രാർത്ഥിച്ച് പോരാടുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി പ്രാർത്ഥന ആവശ്യമുള്ളവരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയം ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മെസ്സേജുകളൊക്കെ കഴിയുമ്പോൾ സാധാരണയായി നമ്മൾ പ്രാർത്ഥനാ നേരം എന്നുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഞാനും ഷീജയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളുണ്ട്. ആ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ആ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ വിഷയങ്ങൾ നേരത്തെ എഴുതി അറിയിച്ചാൽ നിങ്ങൾക്കായിട്ട് ആ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിൽ യേശുവിനെ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. ഒരിക്കൽ പോലും യേശു നൽകുന്ന സമാധാനമോ യേശു നൽകുന്ന സന്തോഷമോ അനുഭവിക്കാതെ നമ്മുടെ ഈ ഭാരതഭൂമിയിൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട്. എന്നാൽ ഈ സത്യവചനം, ഈ ജീവന്റെ വചനം ആര് പ്രസംഗിക്കും? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നതില്ലാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് അനേകരെ അയക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഷാലോം മിനിസ്ട്രി ആയിട്ട് ഷാലോം മിഷൻ വടക്കേന്ത്യ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലക്കാരെ അയച്ചും കൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദർശനം പ്രാപിച്ചുള്ള ദൈവമക്കൾ ഈ ശുശ്രൂഷയെ പ്രാർത്ഥനയിലും അല്ലാതെ നിങ്ങളാൽ ആവോളം സഹായിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കൈത്താങ്ങലുകൾ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടേതായിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ യേശുവിൻ്റെ ഒരു സഭ വളരുന്നെങ്കിൽ അതിൽ പരം നിത്യതയിൽ സ്വരൂപിച്ചു വെക്കാൻ കൊള്ളാകുന്ന മറ്റൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾക്കങ്ങനെ പ്രേരണ വരുന്നെങ്കിൽ ദൈവസഭയെ പണിയുവാൻ നിങ്ങളാൽ ആവോളം പ്രയത്നിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങളോട് ചേർന്ന് നിന്ന്, ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് നിങ്ങൾക്കും ഇതിൻ്റെ പങ്കാളികളായി മാറാം. ദൈവരാജ്യം വളരുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കാം. ഭാരതം യേശുവിനെ അറിയുവാൻ, അവൻ്റെ സന്തോഷം അറിയുവാൻ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട കാര്യം മറ്റുള്ളവരും അനുഗ്രഹത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. അറിയാത്ത ആളുകൾ നിത്യതയിൽ നശിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വല്ലാത്ത വേദനയുണ്ടാക്കുന്ന കാര്യമായിരിക്കട്ടെ. അതുകൊണ്ട് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം, ചിലരെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരെ അതിലാക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് ഈ നാളുകളിൽ നടത്താം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. നമ്മൾ തുടർച്ചയായി സിറ്റീസ് ഓഫ് റെഫ്യൂജ് അല്ലെങ്കിൽ സങ്കേത നഗരങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. സങ്കേത നഗരങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പ്രധാനമായും 3 സിറ്റികളെക്കുറിച്ച് അഥവാ പട്ടണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. കേദേശ് എന്ന് പറയുന്ന പട്ടണം അത് വിശുദ്ധിയെ കുറിക്കുന്നു. യേശുക്രിസ്തു എന്ന സങ്കേത നഗരത്തിലേക്ക് അഥവാ ദൈവസഭയിലേക്ക് ഓടിക്കയറി വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർ വിശുദ്ധനായി തീരണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഭാരം വഹിക്കുന്ന തോളായിട്ട് ദൈവവചനത്തിൽ നമ്മളെ ചിന്തിക്കുകയുണ്ടായി. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് ഹെബ്രോൻ അഥവാ ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രദ്ധിച്ചവർക്കറിയാം, ദൈവത്തിലുള്ള കൂട്ടായ്മ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ് മനുഷ്യർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു ബന്ധം മാത്രമല്ല, ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ബന്ധം കൂടെ അതിന് ആവശ്യമാണ്. നമുക്ക് ക്രൂശ് കാണുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിൽ വരും. ക്രൂശ് ദൈവവും മനുഷ്യനും തമ്മിൽ
ബന്ധിപ്പിക്കുന്നത് പോലെ തന്നെ കുരിശിൻ്റെ മറ്റു ഭാഗത്തുള്ള ക്രോസിലുള്ള തടിയെ എന്താണ് സൂചിപ്പിക്കുന്നത്? അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവ് ക്രൂശിൽ കിടന്ന കള്ളനെ രക്ഷിക്കുമ്പോൾ അവൻ ഒരു വലത് കൈ കൊണ്ട് പിടിച്ച് ഇതാ ആമേൻ സ്വർഗത്തിലേക്ക് രക്ഷകനായ യേശു പറുദീസയിലേക്ക് ഒരുവനെ കൊണ്ടുപോവുകയായിരുന്നു. അവനുമായിട്ടുള്ള ഒരു ബന്ധം കർത്താവ് സ്ഥാപിച്ചെടുത്തു. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറുദീസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ഒരു നിലയിൽ ഹല്ലേലൂയ നമ്മൾ പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ നാളുകളിൽ ഹല്ലേലൂയ വചനം വായിക്കുമ്പോൾ അനേക സത്യങ്ങൾ അതിനോടനുബന്ധിച്ച് വീണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് ദൈവം ആമേൻ 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ ആദ്യത്തെ 4 കൽപ്പനകൾ ഒരു പലകയിൽ എഴുതി കൊടുക്കുകയുണ്ടായി. രണ്ടാമത്തെ പലകയിൽ 6 കൽപ്പനകൾ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ആദ്യത്തെ ആ 4 കൽപ്പനകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധത്തെ കാണിക്കുന്നതാണ്. നീ ദൈവത്തെ ആരാധിക്കണമെന്നും ശബത്ത് നാളിനെ ശുദ്ധീകരിക്കണമെന്നും അതുപോലെ തന്നെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞും കൊണ്ടുള്ള 4 കൽപ്പനകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ അടുത്തതായിട്ട് വരുന്ന 6 കൽപ്പനകൾ മറ്റൊരു കൽപ്പലകയിൽ എഴുതി ദൈവം കൊടുക്കുകയുണ്ടായി. അത് മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് കർത്താവ് 2 കൽപ്പനകൾ ഹല്ലേലൂയ നിത്യജീവനെ അവകാശമാക്കുവാനായി വന്ന ചെറുപ്പക്കാരനോട് പറയുകയുണ്ടായി, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയാണ്. അതിൽ സകല ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ 2 കൽപ്പനകൾ ആണ് പ്രധാനമായിട്ടുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ സഹോദരങ്ങളെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ആ ഫെലോഷിപ്പ് നമുക്ക് എപ്പോൾ ലഭിക്കുന്നോ അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ വളരുവാനിടയായി തീരും. നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ ആദിമ സഭയെക്കുറിച്ചുള്ള ഒരു ചിത്രം കാണുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചു, അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പോന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അവർ കൂട്ടായ്മ ആചരിച്ചു. അവർ കൂട്ടായ്മ ആചരിച്ചത് ആരുമായിട്ടായിരുന്നു? അവർ തമ്മിലുള്ള വലിയ കൂട്ടായ്മ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് വാതിക്കലേക്ക് വരുമ്പോൾ അവിടെ ഇതാ മുടന്തനായ ഒരുവൻ ഇരിക്കുന്നു. 40-ലധികം വയസ്സുള്ളവനായിരുന്നു. ദിനം പ്രതി അവരെ ഇരുത്തുമാറുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യേശു അതിലേക്ക് പരശുശ്രൂഷ നടത്തി അതിലേക്ക് പോയ സന്ദർഭങ്ങളിൽ അവനെ കണ്ടില്ലേ? നിശ്ചയമായും കണ്ടു കാണും. എന്നാൽ തൻ്റെ അരിമ ശിഷ്യന്മാരായ 2 പേർക്ക് വേണ്ടി കർത്താവ് തൻ്റെ ശുശ്രൂഷ മാറ്റിവെക്കുകയായിരുന്നു. അഥവാ അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ പത്രോസ് യോഹന്നാനും കൂടെ അവർ 2 പേരും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലേക്ക് പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ അവരെ ഉറ്റുനോക്കി. ആരെ ഉറ്റുനോക്കി? അവർ 2 പേരും കൂടെ നിൽക്കുന്നത് അവന് കാണാമായിരുന്നു. അവരുടെ ഐക്യത അവന് കാണാമായിരുന്നു. അവർ തമ്മിലുള്ള സ്നേഹം അവന് കാണാമായിരുന്നു. അവനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ, പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. വെള്ളിയും പൊന്നും എനിക്കില്ല എന്നല്ല, ഞങ്ങൾക്കില്ല എന്നാണ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറയുകയാണ്. അവർ തമ്മിൽ ഐക്യതയോടെ നിൽക്കുമ്പോൾ യോഹന്നാനോ പത്രോസോ ആരുമല്ല അവിടെ മഹത്വം എടുക്കുന്നത്, യേശുവോടെ മഹത്വം എടുക്കുകയാണ്. യേശുവിന്റെ നാമോടെ മഹത്വപ്പെടുകയാണ്. ഏതെങ്കിലും സഭയിൽ ഐക്യതയോടെ സഹോദരങ്ങൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് കാണുന്നത് എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ. 133-ാം സങ്കീർത്തനം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അത് അഹരോന്റെ താടിയിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേക തൈലം പോലെയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് ഹെർമോന്യ മഞ്ഞ് പോലെയാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ 2 കാര്യങ്ങൾ അവിടെ എന്തുകൊണ്ടാണ് എടുത്തെഴുതിയിരിക്കുന്നത്?
അവിടെ അങ്ങനെ എടുത്തെഴുതുവാനൊരു കാരണമുണ്ട്. ആ ഐക്യത സഹോദരന്മാർ തമ്മിൽ വരുന്ന ഐക്യതയിലാണ് അഭിഷേകത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ ഐക്യത, ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് ദൈവമക്കൾ തമ്മിലുള്ള ഐക്യത, സ്നേഹത്തിലുള്ള ഐക്യത, സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത, ആ സഭയിലെ സഹോദരിമാർ തമ്മിലുള്ള ഐക്യത, സഹോദരന്മാർ തമ്മിലുള്ള ഐക്യത, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഐക്യത, സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഐക്യത, മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ വഹിക്കുന്ന ഐക്യത, അന്യോന്യ സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ട ഐക്യത, അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാനിടയായി തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് അഹരോന്റെ താലിയിൽ കൂടെ ഒഴുകി വസ്ത്രത്തിന്റെ വിളിമ്പിൽ വരെ വരുന്നത് പോലെയുള്ള ഒരനുഭവമാണ്. വസ്ത്രത്തിന് വെളുമ്പിൽ വരെ ചെല്ലുന്ന ഒരു അഭിഷേകം. അത് മാത്രമല്ല, അത് ഹെർമോന്യ മഞ്ഞ് പോലെയാണ് എന്നാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. എന്താണ് അങ്ങനെ ഹെർമോന്യ മഞ്ഞെന്ന് പറയുവാൻ കാരണം? അത് മറ്റൊന്നുമല്ല, മഞ്ഞ് ദൈവവചന പ്രകാരം അനുഗ്രഹത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെലോഷിപ്പ് ഉള്ള സ്ഥലങ്ങളിൽ അവിടെ അനുഗ്രഹമുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അന്യോന്യം ഐക്യതയിൽ മുന്നേറുന്ന ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കുടുംബങ്ങളിലാകട്ടെ അവിടെ വലിയ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കും. ഭിന്നിപ്പിന്റെ ആത്മാവാണ് ഏതെങ്കിലും ഒരു സഭയിൽ വ്യാപരിക്കുന്നതെങ്കിൽ അവിടെ ഒരു അനുഗ്രഹം കാണുകയില്ല. അവിടെ അനുദിനം ശാപത്തിൽ നിന്ന് ശാപത്തിലേക്ക് പിശാച് അവരെ ആ സഭയെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എന്നാൽ ഐക്യതയിൽ ഒന്നിച്ചു നിൽക്കുന്നതിൽ ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. ഭാര്യ ഭർത്താക്കന്മാർ ഐക്യതയില്ലാതെ ദിവസങ്ങളോളം മിണ്ടാതെ നടക്കുന്ന അനേക അനുഭവങ്ങളുള്ള കുടുംബജീവിതങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഒരു ദിവസമെങ്കിലും രാത്രിയിൽ അന്യോന്യം സംസാരിച്ച് നിരപ്പാകാതെ നിങ്ങൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും? ആ ഫെലോഷിപ്പ് അനുഭവിക്കുവാനായി നിങ്ങൾക്ക് ഹല്ലേലൂയ കഴിയാതെ ഹൃദയം വേദനിച്ച് നിങ്ങൾ മുറിവേറ്റവരായി നടക്കണമെന്ന് പിശാചിന്റെ ആഗ്രഹമാണ്, അത് ദൈവത്തിന്റെ ആഗ്രഹമല്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളെ പിണക്കമുള്ളവരാക്കി മാറ്റുന്നത്. ദൈവസഭയിൽ പിണക്കങ്ങളും ശണ്ടകളും ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ ഭോഗേച്ഛകളിൽ പോരാടുന്ന ജഡത്തിൽ നിന്നാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ഐക്യമത്യപ്പെടാം. നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 15-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹല്ലേലൂയ, ഫെലോഷിപ്പ് വിത്ത് സെയിൻസ് അഥവാ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മ എത്ര വലിയ അനുഗ്രഹമാണെന്നറിയാമോ? കർത്താവ് തർക്കിച്ചും വാദിച്ചും പോകുന്ന 2 പേരുടെ കൂടെ എമ്മോസിലോട്ട് നടക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നടന്നു. തർക്കിച്ചും വാദിച്ചും നടക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർന്ന് നടന്നു എന്നാണ് 15-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ചേർന്ന് നടന്നു. എന്താണ് ചേർന്ന് നടക്കാൻ കാരണം? അവരുമായിട്ടുള്ളൊരു ഫെലോഷിപ്പ് കർത്താവ് ആദ്യം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. ഈ അപരിചിതനായ മനുഷ്യൻ ആരാണെന്ന് അറിയത്തില്ല. യേശുവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് മറച്ചിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയുള്ള ആ കൂട്ടായ്മയുടെ അവസാനം നമുക്കറിയാം, അവരുടെ ഹൃദയം അല്പം കഴിഞ്ഞപ്പോൾ ആ ഫെലോഷിപ്പ് കൊണ്ട് അവരുടെ ഹൃദയം ഇങ്ങനെ ഉരുകുവാനായിട്ട് തുടങ്ങി. നമ്മൾ 32-ാം വാക്യത്തിൽ വായിക്കുന്നത് ആ ഫെലോഷിപ്പ് കൊണ്ട് വാംസ് ദ ഹാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയം ഇതാ ചൂടുപിടിക്കുവാൻ, കത്തുവാനായിട്ട് തുടങ്ങി. ആ കർത്താവിൻ്റെ സാന്നിധ്യം, ആ കർത്താവിൻ്റെ ഫെലോഷിപ്പ് അവരുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുവാനിടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനോട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ നമുക്കും ആ ചൂടേറിയ, ആ ചൂട് പിടിക്കുന്ന അനുഭവം ഉണ്ടാകാൻ ഇടയായിത്തീരും. നമ്മൾ കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ ചേർന്ന് നടന്നുകൊള്ളുക. നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെടും. ആ ഫെലോഷിപ്പിന്റെ ഏറ്റവും പൂർണ്ണത അനുഭവിക്കുവാനായിട്ടിടയായിത്തീരും. അത് മാത്രമല്ല, ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കണം. വിശുദ്ധന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, വിശുദ്ധന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സഭയിലെ ശുശ്രൂഷകന്മാരെ ഉദ്ദേശിച്ച് മാത്രമല്ല, പിന്നെയോ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ദൈവമക്കളെയാണ്. വിശേഷാൽ
ദൈവമക്കൾക്ക് നന്മ ചെയ്യുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുവാൻ ദൈവവചനം പറയുന്നു. ആരെങ്കിലും ബലഹീനരായി ക്ലേശിതരായി വേദനപ്പെട്ടവരായി ഇരിക്കുന്നു എന്ന് കണ്ടാൽ അവരെ സഹായിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. ആ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവവചന പ്രകാരം പൗലോസ് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ ഒതുക്കുവാനായിട്ട്, തന്നെ അടിച്ചമർത്തുവാനായി അന്നുണ്ടായിരുന്ന ആത്മീയ രംഗത്തിലുള്ള പല ആളുകളും പരിശ്രമിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവ് നമുക്ക് ഗലാത്യ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ധാരാളം ആളുകൾ കർത്താവിൻ്റെ ദാസനെ സംശയത്തോടെ വീക്ഷിക്കുകയുണ്ടായി. ഒരു ഫെലോഷിപ്പും കൊടുക്കാത്ത ധാരാളം ആളുകളുണ്ടായിരുന്നു. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് അവന് പൗലോസിനെ കണ്ടുമുട്ടിയ നാളുകളിൽ എന്താണ് ചെയ്തത്? അദ്ദേഹം ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്ന സഹോദരങ്ങളുണ്ട്. കേഫാവും അതുപോലെ തന്നെ യാക്കോവും, ഈ സഹോദരങ്ങൾ എനിക്ക്, യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് അവനെനിക്ക് കൂട്ടായ്മ തന്നു. പത്രോസ് എനിക്ക് കൂട്ടായ്മ തന്നു എന്ന് പറഞ്ഞാൽ അവൻ ശുശ്രൂഷയിലേക്ക് വന്ന ഏറ്റവും അകാല പ്രജ പോലെയുള്ള അവൻ മുമ്പോട്ട് വന്നപ്പോൾ അവനെ അടിച്ചൊടുക്കുവാനായി, അവനെ തകർത്ത് കളയുവാനായി പക്ഷം തിരിഞ്ഞ് ആളുകൾ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ ആദ്യത്തെ 10-12 വർഷക്കാലത്തോളം ശുശ്രൂഷ മണ്ഡലങ്ങളിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. കാരണം ഹല്ലേലൂയ, പല ആളുകളും തന്നെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ആരും തന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, അവൻ ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദൈവവചന പ്രകാരം 7 കൂട്ടായ്മകൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഹെബ്രോൻ എന്ന് പറയുന്ന സങ്കരനഗരത്തിലേക്ക് ഓടിക്കയറിയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ഈ നാളുകളിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് ഏറ്റവും അധികം അത്യാവശ്യമുള്ളത്. ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, വെളിച്ചത്തിൽ, ഞങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടന്നാൽ നമുക്ക് പിതാവായ ദൈവത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവിനോടുള്ള കൂട്ടായ്മയാണ് ഒന്നാമത്തെ കൂട്ടായ്മ. രണ്ടാമത്തെ കൂട്ടായ്മയോ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കൂട്ടായ്മയുണ്ട്, അത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്. നിങ്ങൾ ആ സഭയിലേക്ക് വന്നത് ക്രിസ്തു വിളിച്ചിട്ടാണ്. അവനോടുള്ള കൂട്ടായ്മയിലാണ് ചേർന്നിരിക്കുന്നത്. പാസ്റ്ററോട് ചേർന്നതല്ല, ആ സഭയോട് ചേർന്നതല്ല, ആ ഡിനോമിനേഷനിൽ നിങ്ങൾ ചേരുകയല്ല. പിന്നെയോ ക്രിസ്തുവാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കാണ് വന്നിരിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലാണ് നിങ്ങൾ കർത്തൃമേശയിൽ പങ്കാളികളായിത്തീരുന്നത്. ആരുടെയും മേശയല്ല, ഇത് കർത്താവിൻ്റെ മേശയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. സങ്കേത നഗരമാകുന്ന ആ പട്ടണത്തിലേക്ക്, ഹെബ്രോനിലേക്ക് ഓടിക്കയറുമ്പോൾ നമ്മൾ സങ്കേത നഗരമാകുന്ന ആ ഫെലോഷിപ്പിൽ ഹെബ്രോനിലായിരിക്കണം. പിതാവിനോടുള്ള കൂട്ടായ്മ, പുത്രനാകുന്ന ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. ദൈവത്തിൻ്റെ വചനം 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് 3-ാമത്തെ കൂട്ടായ്മ കാണുവാൻ കഴിയും. അത് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഹല്ലേലൂയ. ആശീർവാദത്തിന് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ഇന്നും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആകണം. ദൈവത്തിൻ്റെ വചനം എഫെസ് ലേഖനം 4-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുദ്രയിടപ്പെട്ടതായ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകും. ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രാവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രാവിനെ വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചില മനോഹരമായ കൂടുകളൊക്കെ ഉണ്ടാക്കിയിടാറുണ്ട്. എന്നാൽ ചില ഭവനങ്ങളിൽ എത്ര കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് പ്രാവിനെ വളർത്തുവാനായിട്ട് ശ്രമിച്ചാലും
ചില ഭവനങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന ആ വലിയ പ്രാവിൻകൂട്ടിൽ പ്രാവുകൾ കാണുകയില്ല. എന്താണ് കാരണം? സന്ധ്യാസമയത്ത് അതിന് വളരെ ശാന്തത ആവശ്യമാണ്. ബഹളമുണ്ടാക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന, അടിച്ച കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന, അടിപിടി ഉണ്ടാക്കുന്ന, നിരന്തരമായി ബഹളമുണ്ടാക്കുന്ന, ദിവസവും വലിയ ശബ്ദകോലാഹലങ്ങളുള്ള ഒരു വീട്ടിൻ്റെ തൊട്ടുമുറ്റത്ത് പ്രാവ് വസിക്കത്തില്ല, പ്രാവ് പറന്നു പോകും. ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമോ, അവനോടുള്ള കൂട്ടായ്മ നമുക്ക് ആവശ്യമാണോ, നമ്മൾ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവായിരിക്കണം എന്ന ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ സഹായിച്ചാൽ ഹല്ലേലൂയ ആ ഫെലോഷിപ്പ് ഹല്ലേലൂയ ലഭിക്കുവാനിടയായി തീരും. അതുമാത്രമല്ല, ഫിലോമൻ എഴുതിയ ലേഖനത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിലുള്ള ഫെലോഷിപ്പ്, വിശ്വാസത്തിലുള്ള കൂട്ടായ്മ. മറ്റു വിശ്വാസികളുമായി നമുക്ക് ലഭിക്കുന്നത് ഒരേ വിശ്വാസമുള്ളവർ തമ്മിൽ ലഭിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അത് വിശ്വാസത്തിലുള്ള കൂട്ടായ്മയായി ദൈവവചനം പറയുന്നു. പൗലോസ് തന്നെ ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവദാസനായ പൗലോസ് പറയുന്നു, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. ആ ദൈവദാസന്റെ ഹൃദയത്തിലെ വലിയ താല്പര്യവും ആഗ്രഹമാണ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ച കഷ്ടതയെയാണ് കാണിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് അവൻ്റെ സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. അഥവാ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ, ആ ഫെലോഷിപ്പ് ഏറ്റെടുക്കുവാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. 6ാമതായിട്ട് നമ്മുടെ മുമ്പേ ചിന്തിച്ചതുപോലെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കും ആ ദൈവത്തിന്റെ വചനം പറയുന്നു. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്ന അനുഭവത്തിലേക്ക് നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയ വിശ്വാസികളെ ഉയർത്തി ദൈവദാസൻ പറയുന്നു, വരവ് ചെലവ് കാര്യങ്ങളുടെ കണക്കിൽ ആ കാര്യം വന്നപ്പോൾ നിങ്ങളല്ലാതെ ആരും എന്നോട് ആ കൂട്ടായ്മ കാണിച്ചില്ല. ദൈവദാസൻ പല ദിവസങ്ങൾ, മണിക്കൂറുകൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടി അധ്വാനിച്ചതാണ്. എന്നാൽ ഒരു പ്രത്യേക സമയം വന്നപ്പോൾ, വരവ് ചിലവ് കാര്യങ്ങളുടെ കാര്യം വന്നപ്പോൾ ഹല്ലേലൂയ നിങ്ങൾ മാത്രമേ കൂട്ടായ്മ കാണിച്ചുള്ളൂ. ആ ദൈവദാസന്റെ ഹൃദയം അത്രമാത്രം സന്തോഷിക്കുവാനിടയായി തീർന്നു. ഈ 7 കൂട്ടായ്മയിലേക്ക് വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സങ്കേത നഗരമാകുന്ന ആ പട്ടണത്തിൽ കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശവും നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും സന്തോഷമായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ, നമ്മളിന്ന് കേട്ടതുപോലെ ലോകത്തിന്റെ ഏത് സ്ഥലത്തേക്കും ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ആ കണ്ണ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ആ ദൈവവചനത്തിൽ ഇന്ന് കേട്ടതുപോലെ ലോകത്തിന്റെ ഓരോ കോണിലും മൂലയിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഓരോ ആവശ്യങ്ങൾ പറയുന്ന, ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ട്, ഇപ്പോൾ ഒരു ജയിലിരുന്നു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കർത്താവിനായിട്ട് നൽകിയ, നിങ്ങളെ ശ്രദ്ധിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന ഒരു ദൈവത്തെ, ലോകത്തിന്റെ ഏത് മൂലയിലായിരുന്നാലും നിങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെ ദൈവവചനം പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന്, വിവിധ മാനസിക
മായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്ന് ഹല്ലേലൂയ. ഈ വചനം ശ്രദ്ധിച്ചവരുണ്ട്. ഇന്ന് പ്രാർത്ഥന മാത്രം കേൾക്കുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയത്ത് ഹല്ലേലൂയ ഈ ദൃശ്യമാധ്യമത്തിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ പെട്ടെന്ന് വന്ന് ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവേ, ഹല്ലേലൂയ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ കർത്താവേ, ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന്റെ വിഷയം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആ വീട്ടിനകത്തേക്ക് ഹല്ലേലൂയ കാരാഗ്രഹം പോലെ ഹല്ലേലൂയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഹല്ലേലൂയ മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ആരാധനയ്ക്കായി ഹല്ലേലൂയ എങ്ങും പോകുവാൻ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഹല്ലേലൂയ അവർ ഭാരപ്പെടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ അവരുടെ വീട്ടിനകത്തേക്ക് ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ ഉള്ളിലും ഇരുട്ടിന്റെ മറവിലും ഹല്ലേലൂയ അങ്ങേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് കഴിയും. അവർ ആയിരിക്കുന്ന ഓഫീസിനകത്തേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ ആ തീച്ചുളയ്ക്കകത്തേക്ക് ഹല്ലേലൂയ അങ്ങ് ഇറങ്ങി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തീച്ചൂളയ്ക്കകത്ത് ഇട്ടവർ പോലും ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ട് ആശ്ചര്യപ്പെട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ പുറത്തു കൊണ്ടുവരുവാൻ കൽപ്പന കൊടുക്കുന്നത് പോലെ ഹല്ലേലൂയുള്ള ദൈവ സാന്നിധ്യം ഹല്ലേലൂയ അവിടെ ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ലോകത്തിന്റെ ഏത് കോണിലേക്കും മൂണിലേക്കും ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ കടന്നു ചെല്ലുന്നതിനായി സ്തോത്രം. ആ ഉൾമുറിക്കകത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം, ആ സ്കൂളിനകത്തേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിന്റെ ഇരുളടങ്ങിയ മേഖലയിലേക്ക് ഹല്ലേലൂയ നിന്റെ സാന്നിധ്യം അരിച്ചിറങ്ങുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ചെന്നാൽ ഹല്ലേലൂയ 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 വിടുതലുകൾ നടന്നിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ ദേശത്ത് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ വിഗ്രഹാരാധനയുടെ നടുവിൽ ഹല്ലേലൂയ 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 ചൂട് പിടിച്ചിരിക്കുന്ന ആ ദേശത്തിന്റെ നടുവിലേക്ക് സ്വർഗത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ആളത്തുമായി വെളിപ്പെട്ടു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്തെടുക്കുന്നതിനായി നന്ദി. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ജനത്തിന് വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ. ആമേൻ.